നഗരത്തിലെ പ്രധാന ആശുപത്രിയിലെ നിശബ്ദമായ ഇടനാഴികളിലൂടെ നേഴ്സ് മീര നടന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവളുടെ മുഖത്ത് നിരാശയും കണ്ണുകളിൽ ഒരു വിഷാദമുണ്ടായിരുന്നു. ഒരാഴ്ച മുൻപ് ഒരു വലിയ കാർ അപകടത്തിലാണ് അർജുനെ അവിടെ എത്തിച്ചത്. പരിക്ക് സാരമുള്ളതായിരുന്നു. അരക്ക് താഴെ തളർന്നു. അതിലുപരി അവന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അത് മരണതുല്യമായിരുന്നു. ആദ്യമൊക്കെ മീര അവന്റെ അരികിൽ ചെല്ലുമ്പോൾ അർജുൻ ദേഷ്യപ്പെടുമായിരുന്നു. എനിക്ക് ആരുടെയും സഹതാപം വേണ്ട, അവൻ വിളിച്ചു പറയും. എന്നാൽ മീര പുഞ്ചിരിയോടെ അവന്റെ മരുന്നുകളും ഭക്ഷണവും കൃത്യസമയത്ത് നൽകി. ഒരു വൈകുന്നേരം ജനലിലൂടെ പുറത്തെ മഴ നോക്കി ഇരിക്കുകയായിരുന്ന അർജുന്റെ അടുത്തേക്ക് മീര ചെന്നു. അവൾ മെല്ലെ പറഞ്ഞു, കാഴ്ച എന്നത് കണ്ണിലല്ല അർജുൻ, അത് നമ്മുടെ മനസ്സിലാണ്. ലോകം ഇപ്പോഴും മനോഹരമാണ്. അത് കാണാൻ ഒരു കണ്ണ് മതി. ആ വാക്കുകൾ അർജുന്റെ ഉള്ളിൽ എവിടെയോ തട്ടി. അവൻ മെല്ലെ മീരയെ നോക്കി. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള സഹതാപമല്ല, മറിച്ച് ആഴത്തിലുള്ള പ്രണയവും കരുതലും അനുഭവപ്പെട്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ കൂടുതൽ അടുത്തു. അർജുൻ വീണ്ടും വരച്ചു തുടങ്ങി. പക്ഷേ ഇത്തവണ അവന്റെ ക്യാൻവാസിൽ നിറഞ്ഞത് പ്രകൃതിയില്ലായിരുന്നു, മറിച്ച് മീരയായിരുന്നു. അവളുടെ കണ്ണുകളും അവൾ മുടി കോതി വെക്കുന്ന രീതിയും എല്ലാം അവൻ തന്റെ ഏക കണ്ണുകൊണ്ട് പകർത്തി. ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് മീരയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്റെ അമ്മക്ക് തന്നെ പരിചയപ്പെടുത്തണം, ഒരു ദിവസം അർജുൻ ആവേശത്തോടെ പറഞ്ഞു. മീര ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കറിയാമായിരുന്നു അവരുടെ പ്രണയം അത്ര എളുപ്പമാകില്ല എന്ന്. മീരയുടെ വീട്ടിൽ അവൾക്കായി മറ്റൊരു ആലോചന നടക്കുന്നുണ്ടായിരുന്നു. അർജുൻ ആശുപത്രി വിടുന്ന ദിവസം വന്നു. അവൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പെയിന്റിംഗ് മീരയ്ക്ക് സമ്മാനിച്ചു. അത് അവളുടെ ഒരു മനോഹരമായ ചിത്രമായിരുന്നു. ഞാൻ കാത്തിരിക്കും മീര, തനിക്കായി, അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു പറഞ്ഞു. മീരയുടെ വീട്ടിലെ കടുത്ത സമ്മർദ്ദവും അർജുന്റെ ശാരീരിക അവസ്ഥയും അവരുടെ പ്രണയത്തിന് തടസ്സമായി. അർജുനെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കാൻ മീര തന്റെ പ്രണയം ഉള്ളിലൊതുക്കി മറ്റൊരു നഗരത്തിലേക്ക് ജോലി മാറിപ്പോയി. 2 വർഷങ്ങൾ കടന്നുപോയി. എല്ലാവരുടെയും പ്രിയങ്കരിയായ മീര ഒരു വലിയ ആശുപത്രിയിലെ ഹെഡ് നേഴ്സായി. അവൾ വിവാഹിതയായിരുന്നില്ല. ഒരിക്കൽ ഹോസ്പിറ്റൽ ഗാലറിയിൽ നടന്ന ചിത്രപ്രദർശനം കാണാൻ അവൾ എത്തി. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഒരു ചിത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. യൂണിഫോം ധരിച്ചു കയ്യിൽ ഒരു മരുന്നുമായി നിൽക്കുന്ന ഒരു നേഴ്സ്. ചിത്രത്തിന് താഴെ എഴുതിയിരുന്നു, എന്റെ കാഴ്ച തിരിച്ചു തന്നവൾക്ക്. ആ ചിത്രപ്രദർശനത്തിന്റെ ഗാലറിയിൽ വിതുമ്പുന്ന ഹൃദയത്തോടെ മീര നിന്നു. ദൂരെയായി അർജുൻ അവിടെ തന്റെ വീൽചെയറിൽ ആ പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. മീര മെല്ലെ അവന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ പാദസരത്തിന്റെ ശബ്ദം കേട്ടാവണം അർജുൻ പതിയെ തല തിരിച്ചു നോക്കി. വർഷങ്ങൾക്കു ശേഷമുള്ള ആ നോട്ടം, അതിൽ പരാതികളില്ലായിരുന്നു. പകരം ആഴക്കടലിനേക്കാൾ വലിയൊരു സ്നേഹം മാത്രമായിരുന്നു. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു മീര, അർജുൻ വളരെ ശാന്തനായി പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ പഴയ ആ ഗാംഭീര്യം മാഞ്ഞുപോയിരുന്നെങ്കിലും ഒരു വല്ലാത്ത ആത്മവിശ്വാസമുണ്ടായിരുന്നു. മീരയുടെ തൊണ്ട ഇടറി. എങ്ങനെ? അർജുൻ എങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞു? അർജുൻ ഒന്ന് പുഞ്ചിരിച്ചു. കാഴ്ച കുറവാണെങ്കിലും മനസ്സിന്റെ കണ്ണിൽ എന്നും നീ മാത്രമായിരുന്നു. മീര അവന്റെ കാൽക്കലിരുന്നു. എനിക്ക് മാപ്പ് തരണം അർജുൻ. അന്ന് വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം എനിക്ക് നിന്നെ വന്നു കാണാൻ പറ്റിയില്ല. നിന്നെ കൂടുതൽ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയ ഞാൻ. അർജുൻ അവളുടെ കൈകളിൽ തൊട്ടു. ആ സ്പർശനം മഞ്ഞുതുള്ളി പോലെ തണുപ്പുള്ളതായിരുന്നു. എനിക്ക് നിന്നോട് ഒരു പരാതിയുമില്ല മീര. നീ നൽകിയ ആ കുറച്ചു ദിവസത്തെ കരുതലാണ് ഇത്രയും കാലം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ വീൽചെയറും ഈ ഏകാന്തതയും ഒന്നും എനിക്ക് ഭാരമായി തോന്നിയിട്ടില്ല, കാരണം നിന്റെ ഓർമ്മകൾ എനിക്ക് കൂട്ടുണ്ടായിരുന്നു. അർജുൻ അവൾക്ക് നേരെ തന്റെ കൈകൾ നീട്ടി. എനിക്ക് ഇനിയുള്ള കാലം താൻ കൂടെയുണ്ടാകുമോ? നമുക്ക് പഴയതുപോലെ ആശുപത്രിയുടെ ഇടനാഴികളിലല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞു വീട്ടിലെ പൂന്തോട്ടത്തിൽ ഒന്നിച്ചിരിക്കാം. മീരയുടെ മറുപടി ആ കണ്ണുനീരിലുണ്ടായിരുന്നു. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.